വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. നമ്മളൊരു ഗ്യാൻ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രോബബിൾ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th ചാപ്റ്ററിന്റെയും 5th ചാപ്റ്ററിന്റെയും കൂടിയിട്ടുള്ള ഗ്യാൻ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ പാത്തജൻ ഓഫ് വിൽറ്റ് ഡിസീസ് ഓഫ് ബ്രിഞ്ചാൾ. ബ്രിഞ്ചാളിലുള്ള വിൽറ്റ് ഡിസീസിന്റെ പാത്തജൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, ഏഫിഡ്സ്. ഏതായിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? നമ്മുടെ ആ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളൊരു പടമൊക്കെ കൊടുത്തിട്ട് ഒരു 3 ലെയർ ഓഫ് കണ്ടന്റ് കൊടുത്തിട്ട് നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പ്ലാന്റിലുള്ള ഡിസീസുകൾ ഏതൊക്കെയാണെന്നുള്ളത്. സോ വൈൽറ്റ് ഡിസീസ് വരുന്നത് കാരണം എന്താണ്? ബാക്ടീരിയ ആണ്. സോ ആ ഒരു ചാർട്ട് മനസ്സിൽ എപ്പോഴും ഓർത്ത് വെച്ചോണം. ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്. അത് ഏതൊക്കെ പ്ലാന്റ്സിലാണ്, അത് ഏതൊക്കെയാണ് ആ ഡിസീസ് എന്നുള്ള കാര്യം ഒരു കാരണവശാലും മറക്കരുത്. സോ ഇവിടുത്തെ നമ്മുടെ വിൽറ്റ് ഡിസീസിന് കാരണക്കാരനായിട്ടുള്ള ആള് ബാക്ടീരിയ ആണ്. ഇതേപോലെ പാടിയിലുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതും എന്തായാലും പഠിച്ച് വെച്ചോണം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് ബൈ ഒബ്സർവിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ. എയ്ഡ്സ് ത്രൂ ബോഡി ഫ്ലൂയിഡ്സ്. അപ്പോൾ റിംഗ്വേം, എയ്ഡ്സ് ഉണ്ടാകുന്നത് ബോഡി ഫ്ലൂയിഡ്സ് വഴിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റിംഗ്വേം ഏത് വഴി ഉണ്ടാകും? അടുത്തതാണ് നിപ്പ വൈറസ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മളൊരു 100 തവണ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നിപ്പ വൈറസ് ആണ്. അങ്ങനെയാണെങ്കിൽ ട്യൂബർകുലോസിസ് എങ്ങനെ ഉണ്ടാകുന്നു? ട്യൂബർകുലോസിന് കാരണമാകുന്ന പാത്തജൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ റിംഗ്വേം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ത്രൂ കോണ്ടാക്ട് വഴിയാണ് റിംഗ്വേം ഉണ്ടാകുന്നത്. നമ്മുടെ ഒരു റെഡ് കളറിൽ നമ്മുടെ സ്കിൻ കളറേഷൻ മാറി ഇച്ചിങ് ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു റൗണ്ട് ഫിഗർ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്ത സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ത്രൂ കോണ്ടാക്റ്റിലാണ് റിംഗ്വേം സംഭവിക്കുന്നത്. ട്യൂബർകുലോസിസ് എന്ത് മൂലമാണ് ഉണ്ടാകുന്നത്? ബാക്ടീരിയ മൂലമാണ് ഉണ്ടാകുന്നത്. അത് ഏതാണ് ഇതിന് കോസിംഗ് ആയിട്ടുള്ള ബാക്ടീരിയ എന്ന് പറയുന്നത്? അതിന്റെ പേരെന്താണ്? ഓർമ്മയുള്ളത് വേഗം തന്നെ താഴോട്ട് പറഞ്ഞോളൂ. നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ പോകാം. ഓക്കെ, ഇത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ടുള്ളത്. സോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാർക്ക് കിട്ടാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞിരുന്നത്. നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ബ്ലോക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ ഇൻ ബ്രെയിൻ ഈസ് സ്ട്രോക്ക്. ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ ഓർ ഇറ്റ്സ് മാൽഫങ്ഷനിങ്. അതെന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്രെയിനിലുള്ള ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ചെയ്യുന്നതിന് നമ്മൾ സ്ട്രോക്ക് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻസുലിൻ ഡെഫിഷ്യൻസി നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ പറഞ്ഞ നമ്മളുടെ വീട്ടിലൊക്കെ എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു പേരാണ് ഡയബറ്റീസ് അഥവാ ഷുഗർ എന്ന് പറയുന്ന, നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന ഷുഗറാണ് ഡയബറ്റീസ്. അതിന്റെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇൻസുലിൻ ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം ഈസ് ദ വെക്ടർ ഓഫ് നിപ്പ വൈറസ്? നിപ്പ വൈറസ്. ഇവിടെ തന്നെ നമ്മൾ 3ാമത്തെ തവണ നിപ്പയെ കണ്ടിട്ടുണ്ട്. നിപ്പയുടെ വെക്ടർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിഗ്, ബാറ്റ്, മോസ്കിറ്റോ, റാറ്റ്. ഇത് കിട്ടുമ്പോൾ തന്നെ നമ്മൾ റാറ്റിനെ വിട്ടും മോസ്കിറ്റോയും വിട്ടും. പിന്നെ ഒരു സംശയം വരുന്നത് പിഗ് ആണോ ബാറ്റ് ആണോ എന്നുള്ളതാണ്. ശ്രദ്ധിച്ച് തന്നെ പഠിച്ചോണം. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ബാറ്റ് ആണ്. ഓക്കെ, ബാറ്റിൽ നിന്നാണ് ബാക്കി പിഗിലേക്കും പിന്നെ ഹ്യൂമൻസിലേക്കും ഒക്കെ എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, ദെൻ കംപ്ലീറ്റ് ദ ഇലിസ്ട്രേഷൻ ബൈ യൂസിങ് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബോക്സ് പ്രൊവൈഡഡ്. ഈ തന്നിരിക്കുന്ന ബോക്സ് വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ബോക്സ് നമ്മൾ ഇവിടെ ഇതിനെയൊക്കെ ഫില്ല് ചെയ്യേണ്ടത്. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ ഒരു പാത്തജൻ ഏതാണെന്ന് എഴുതാനായിട്ടുണ്ട്. ഇവിടെ ക്രോപ്പ് പറഞ്ഞിട്ടുണ്ട്, ഡിസീസ് പറഞ്ഞിട്ടുണ്ട്. ക്രോപ്പ് ബ്രിഞ്ചാൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ ആൻസർ എന്തായാലും കിട്ടിയിട്ടുണ്ടാകും. ഇനി നമുക്ക് അറിയേണ്ടത് ബാക്ടീരിയ എവിടെയാണ്, ഫംഗസ് എവിടെയാണ്, ഈ ഡിസീസ് ഏതാണെന്നുള്ളതാണ്. ബ്രിഞ്ചാൾ കാണുമ്പോൾ തന്നെ ആൻസർ കിട്ടിയ സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ എന്തായാലും സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. ബ്രിഞ്ചാളിൽ വരുന്ന ഡിസീസ് ഏതാണ്? വിൽറ്റ് ഡിസീസ് ആണ് നമ്മുടെ ബ്രിഞ്ചാളിൽ വരുന്ന ഡിസീസ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. സോ എയും ബിയും കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. സോ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഡിസീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാഡി ആൻഡ് വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചാൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഒരു കോളത്തിൽ 3 ഡേറ്റ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കണമെന്ന്. സോ അത് പഠിച്ചാൽ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടത്തില്ലായിരുന്നു. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പഴയ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കി. ബ്രിഞ്ചാൾ ഉണ്ട്, അവിടെ ഏതാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ബ്രിഞ്ചാൾ ഉണ്ട്, അത് വിൽറ്റ് ഡിസീസ് ആണ്, അത് ബാക്ടീരിയ ആണെന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വൈറസ് ആണെങ്കിൽ അത് മൊസൈക് ഡിസീസ്, അത് പീലും ടാപ്പിയോക്കയിലും കാണും. അതേപോലെ ബഞ്ചി ടോപ്പ് ഓഫ് ബനാന, അത് വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. ദെൻ ഫംഗസ് മൂലം പെപ്പറിൽ, ക്യുക്വിൽറ്റും, കോക്കനട്ടിൽ ബഡ് റോട്ടും, അത് നമ്മുടെ കൂമ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്ന അസുഖമാണ് ഫംഗസ് മൂലം നമ്മുടെ കോക്കനട്ടിൽ ഉണ്ടാകുന്ന അസുഖം എന്ന് പറയുന്നത്. ഓക്കെ, നെയിം ദ പാത്തജൻ ഓഫ് ഡിഫ്തീരിയ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. കോണി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ്
ഡിഫ്തീരിയക്ക് കാരണമായിട്ടുള്ള പാത്തജൻ എന്ന് പറയുന്നത്. ഡിഫ്തീരിയ എന്ത് ടൈപ്പ് അസുഖമാണ്? ബാക്ടീരിയൽ ആണോ വൈറലാണോ? പെട്ടെന്നതായിട്ട് പറഞ്ഞ്. ദെൻ നെയിം ദ വാക്സിൻ അഗൈൻസ്റ്റ് ട്യൂബർകുലോസിസ്. അനദർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. BCG. BCG ആണ് ട്യൂബർകുലോസിസിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ വാക്സിനും വാക്സിന്റെ ഫംഗ്ഷനിങ് ഒക്കെ എങ്ങനെയാണെന്ന് പഠിച്ചു വെച്ച സ്ഥിതിക്ക് ഇതിപ്പോ എങ്ങനെയാണെന്ന് കൂടുതലായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. വളരെ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഡേറ്റ ഗിവൺ ഇൻ ദ ബോക്സ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ജനറ്റിക് ഡിസോർഡർ, ഡീഫോമിറ്റീസ്, ജനറ്റിക് ഡിസോർഡർ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്? പെട്ടെന്ന് ആലോചിച്ച് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? രണ്ടാമത്തെ കാര്യമാണ് ഡിഫോമിറ്റീസ് ഇൻ ദ സീക്വൻസിങ് ഓഫ് അമിനോ ആസിഡ്സ് വിച്ച് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടുള്ള അമിനോ ആസിഡിന്റെ സീക്വൻസുകൾക്ക് ഡീഫോമിറ്റീസ് സംഭവിച്ചിരിക്കുന്നു. ഈ ഒരു ക്ലൂ കിട്ടുമ്പോൾ തന്നെ എന്തായാലും ജനറ്റിക് ഡിസോർഡർ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചറിന് എന്തോ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഐഡന്റിഫൈ ദ ഡിസീസ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് നെയിം. നമ്മൾ പഠിച്ചിട്ടുള്ള ജനറ്റിക് ഡിസോർഡർ ഏതൊക്കെയാണ്? ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പൊ തന്നെ ആൻസർ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഹൗ ദിസ് ഡിസീസ് ഹാർംഫുള്ളി അഫക്ട്സ് ദ ബോഡി. സോ ഇതേതാണ് ഡിസോർഡർ? പെട്ടെന്ന് തന്നെ ആൻസർ എന്തായാലും കിട്ടും. ഇത് സിക്കിൾ സെൽ അനീമിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ദിസ് ഡിസീസ് ഹാർംഫുള്ളി അഫക്ട്സ് ദ ബോഡി. ഇത് ബോഡി എങ്ങനെയാണ് ഹാർംഫുള്ളി ആയിട്ട് അഫക്ട് ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളെ ഇത് ഹാർംഫുൾ ആയിട്ട് ബാധിക്കുന്നത്. സോ RBCക്ക് കാര്യമായിട്ട് ഓക്സിജൻ ക്യാരി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ഈ സിക്കിൾ സെൽ അനീമിയ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹീമോഗ്ലോബിന് അതിന്റെ ഷേപ്പ് മാറി ഈ പറയുന്ന ഒരു സിക്കിളിന്റെ രൂപത്തിൽ, ഒരു അരിവാളിന്റെ ഷേപ്പിലേക്ക് മാറിപ്പോകും. നമ്മൾ നല്ല മുന്തിരിയും ഉണങ്ങിയ മുന്തിരിയും നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ? അതിന് നല്ല മുന്തിരിയാണെങ്കിൽ അതിൽ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും, കൂടുതൽ ഓക്സിജൻ ക്യാരി ചെയ്യാൻ പറ്റും. അത് ഹീമോഗ്ലോബിനായിട്ട് കൺസിഡർ ചെയ്താൽ കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ ഓക്സിജൻ കണ്ടന്റ് ഉണ്ട്. ഇതിന്റെ ഷേപ്പ് മാറിയപ്പോൾ അത്രയും വാട്ടർ കണ്ടന്റ് മുന്തിരിയിൽ വരാത്ത പോലെ ഇവിടെയും നമ്മുടെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. സോ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. സോ ഈ സിക്കിൾ ഷേപ്പിലേക്ക് വരുമ്പോൾ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. ഇതാണ് സിക്കിൾ സെൽ അനീമിയെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ അഫക്ട്സ് പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്രെയിൻ സബ്സ്റ്റാൻഷിയേറ്റ്. ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ അറിയേണ്ടത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അറിയേണ്ടത് അൺഹെൽത്തി ലൈഫ് സ്റ്റൈല് നമ്മുടെ ഹാർട്ടിന്റെയും ബ്രെയിനിന്റെയും ഫംഗ്ഷനിനെ എങ്ങനെ അഫക്ട് ചെയ്യും, നമ്മൾ ഇത് ആൻസർ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറയാനിരിക്കുന്നത്. അപ്പോൾ ഹാർട്ടിൽ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന ഡിസീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയണം. അതേപോലെ ബ്രെയിനിലും എന്തൊക്കെ ചേഞ്ചസ്, എന്തൊക്കെ ഡിസീസസ് ആണ് നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. നമുക്ക് നോക്കാം. നമുക്ക് ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡിസോർഡർ ആണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സ്ട്രോക്ക് എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി നമ്മുടെ ബ്രെയിനിലുള്ള ബ്ലഡ് വെസൽസ് റപ്ചർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സ്ട്രോക്ക് ഉണ്ടാകും അല്ലെ? നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മുതിർന്ന ആൾക്കാരൊക്കെ സ്ട്രോക്ക് വന്ന് ഒരു ഭാഗം തളർന്നു പോയി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സോ അതാണ് സ്ട്രോക്ക് സംഭവിക്കുന്നുണ്ട്. രണ്ടാമത്തതാണ് ഹാർട്ടിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്സ് ഉണ്ടാകും. അതായത് നമ്മുടെ കൊറോണറി ആർട്ടറീസിൽ ഫാറ്റ് ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്ലഡ് ഫ്ലോ പ്രോപ്പറായിട്ട് നടക്കാതെ ആകും. സോ ബ്ലഡ് ഫ്ലോ പ്രോപ്പറായിട്ട് നടക്കാതെ എന്ത് സംഭവിക്കും? അത് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? എക്സസീവ് ഫാറ്റ് ഡിപ്പോസിഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ സ്മോക്കിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തിലേക്ക് നയിക്കും? ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകളിലേക്ക് നയിക്കും. സോ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ കാത്തിരിക്കുന്നത് ഇത്തരത്തിലൊക്കെയുള്ള അസുഖങ്ങളായിരിക്കും. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡിസീസ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ മൂലം ഹാർട്ടിൽ ഉണ്ടാകുന്ന ഡിസീസ് എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഈ 2 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നമ്മുടെ കയ്യിൽ 2 മാർക്ക് ഇരിക്കും. ഓക്കെ, ക്ലിയർ? സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വാട്ട് ഈസ് ക്യാൻസർ? ലിസ്റ്റ് ഔട്ട് ദ റീസൺസ് ഫോർ ക്യാൻസർ. എന്താണ് ക്യാൻസർ? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്നു? എന്താണ് ക്യാൻസർ എന്ന് എഴുതി അപ്പൊ തന്നെ 1 മാർക്ക് കിട്ടും. എന്തൊക്കെയാണ് റീസൺസ്? 2 റീസൺസും കൂടി എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് സുഖമായിട്ട് നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ക്യാൻസർ. ക്യാൻസർ ഉണ്ടാകാൻ കാരണം എന്താണ്? ക്യാൻസർ എന്ന് വെച്ചാൽ എന്താണ്? അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽ ആണ് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ അത് എഴുതുക. സോ ക്യാൻസർ ഈസ് കോസ്ഡ് ബൈ ദ അൺകൺട്രോളബിൾ ഡിവിഷൻ ഓഫ് സെൽസ് ആൻഡ് ദെയർ സ്പ്രെഡ് ടു അതർ ടിഷ്യൂസ്. അൺകൺട്രോളബിൾ ആയിട്ട് സെല്ല് ഡിവൈഡ് ചെയ്യുകയും അത് മറ്റ് ടിഷ്യൂസിലേക്ക് എത്തുകയും മറ്റു ടിഷ്യൂസിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് മൂലമാണ് എന്തുണ്ടാകുന്നത്? ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പൊ ക്യാൻസർ എന്താണെന്നുള്ള കാര്യം നമുക്ക് കിട്ടിയല്ലോ. ഇനി അടുത്തതായിട്ട് വരേണ്ടത് എന്തൊക്കെ റീസൺസ് മൂലമാണ് നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത എന്നുള്ളതാണ്.
ഒന്നാമത്തേത് റേഡിയേഷൻസ് ആണ്. വിവിധ തരത്തിലുള്ള റേഡിയേഷൻസ് നമ്മളെ കാര്യമായി ഏറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകാം, ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. 2, പല ടൈപ്പ് ഓഫ് കെമിക്കലുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. നമ്മൾ ചിലപ്പോൾ കുടിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷിക്കുന്നതൊക്കെ ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ഫുഡിൽ അഡൾട്രേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത് മൂലം നമ്മൾ കഴിക്കുന്നത്. സോ അത്തരത്തിലൊക്കെയുള്ള കെമിക്കൽസ് മൂലവും നമുക്ക് എന്തുണ്ടാകാം, ക്യാൻസർ ഉണ്ടാകാം. മറ്റൊന്നാണ് വൈറസ്. ചില വൈറസുകൾ മൂലവും HPV പോലെയുള്ള ചില വൈറസുകൾ മൂലവും നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസർ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യന് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്ത് 2 മാർക്ക് സുഖമായിട്ട് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ദാറ്റ് എനേബിൾ നിപ്പ വൈറസ് ടു എൻ്റർ ഹ്യൂമൻസ്? എന്തൊക്കെ കണ്ടീഷനിലാണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നിപ്പ വൈറസിന് നമ്മുടെ ഹ്യൂമൻസിന്റെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എങ്ങനെയാണെന്നുള്ള ആ ഒരു സൈക്കിൾ നിങ്ങൾ ഒരു പക്ഷേ ഓർക്കുന്നുണ്ടാകും. വൈറസ് എന്ന് പറഞ്ഞ മൂവിയെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഇത് എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത് അല്ലേ. ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റുകളാണ് ഈ നിപ്പ വൈറസിന്റെ വെക്ടേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. സോ ഈ ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റിന്റെ സലൈവയും അതേപോലെ തന്നെ യൂറിനും ഈ പറയുന്ന ഈ ബാറ്റ് കഴിച്ചിട്ടുള്ള ബാക്കി ഫ്രൂട്ടിന്റെ അംശങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലേക്ക് എന്ത് ചെയ്യും, പറ്റിപ്പിടിക്കുകയും അത് പിന്നീട് കഴിക്കുന്ന മനുഷ്യരാണെങ്കിലും പിഗ് ആണെങ്കിലും അവരിലേക്ക് ഈ ഒരു വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. സോ ഈ പറയുന്ന നമ്മൾ ആ പിഗിന് ഇപ്പൊ വൈറസ് ഇൻഫെക്റ്റഡ് ആയ ആ പിഗിന് നമ്മൾ കഴിച്ചാലും അതിൽ മൂലവും നമ്മളിലേക്ക് എന്ത് ചെയ്യാം, ഈ നിപ്പ വൈറസിനെ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്തരം കാര്യങ്ങളാണ് നിപ്പയെ പറ്റിയിട്ട് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. ക്രിസ്മസ് എക്സാം അങ്ങ് അടുത്തല്ലേ. എക്സാം എന്ന് കേട്ട് പാനിക് ആവണ്ട. ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു എക്സ്പേർട്ട് മെന്ററിന്റെ സഹായത്തോടു കൂടി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, PYQ അനാലിസിസ്, സിസ്റ്റമാറ്റിക് റിവിഷൻ എന്നിവയടങ്ങിയ ഒരു കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് പാക്കേജ് ഗ്യാൻ ഇന്ത്യ നിങ്ങൾക്കായി വെബ്സൈറ്റിലൂടെ ഫ്രീ ഓഫ് കോസ്റ്റ് നൽകുന്നു. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യൂ.